കൊല്ലം കുണ്ടറയിലെ സൈനികൻ തോംസണിന്റെ മരണം ലോക്കപ്പ് മർദ്ദനം കാരണമെന്ന പരാതിയുമായി അമ്മ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തോംസൺ ക്രൂര പീഡനത്തിന് ഇരയായെന്നും റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവശനിലയിലായിരുന്നുവെന്നും അമ്മ ഡെയ്സി പറയുന്നു. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച് കൈ ഹാൻഡ് ഗ്യാപ്പിട്ട് കൈ മേലോട്ട് കെട്ടിയിട്ട് ബെല്ലോ ARMS റൂം, അവിടെ CCTV ഇല്ല, അതിനകത്ത് കൊണ്ടിട്ട് അത് അവിടെ ഈ ആയുധങ്ങൾ വെക്കുന്ന റൂമാണെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എന്തുവാ ഈ മൊനയില്ലാത്ത എന്തോ കട്ടിയുള്ള സാധനം ടവലി പൊതിഞ്ഞ് ഇവിടെ എല്ലാം വെച്ചിട്ട് സാറേ ഇവിടെ ഉണ്ട് അടയാളം. എൻ്റെ കുഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഉണ്ട്. എൻ്റെ കുഞ്ഞിന് മേലോട്ട് തുണികളൊന്നും മേലോട്ട് ഇടാൻ വയ്യ, ഊരി പോവുക. അയ്യോ, നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തിലിടാന്ന് പറഞ്ഞാണ് ഇടിയം പ്രദീപ് എന്ന് പറയുന്ന SI പ്രദീപ് എൻ്റെ മോനെ ഇടിച്ചത്. എന്നാണ്ട് സാറേ ഫോട്ടോ ഒക്കെ ഉണ്ട്, അടയാളമുള്ള ആ ഇടിയുടെയൊക്കെ എല്ലാം. എന്നിട്ട് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇവിടെ ഊന്നി. പിന്നെ അവൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് നാവിപ്പാട്ടിനൊക്കെ ചവിട്ടുണ്ടെന്ന്, ചവിട്ടിയെന്ന് പറഞ്ഞു. ആന്ന് പോലീസ് ഇവരെല്ലാം ചെയ്തിട്ടാ സാറേ കൊണ്ടുപോയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്, അത് നല്ല ഉറപ്പാണ്. SI ശ്യാമ, ഇടിയം പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപ് SI, പിന്നെ CI അനിൽകുമാർ, ഇവർ 3 പേരും കൂടെ അല്ലേ കുഞ്ഞിനെ ഉപദ്രവിച്ച്. എന്നിട്ട് ഈ തോക്കിൻ്റെ ഈ ഭാഗത്തൊരു പെൻസിൽ പോലെ ഒരെണ്ണമുണ്ട്, അതാണ്ട് കാലിലുണ്ട് സാറേ. അത് വെച്ച് നരമ്പിനാൻ എല്ലിനും എൻ്റെ കുഞ്ഞിന് കുത്തേറ്റത്. കുഞ്ഞ് തറയെ തൊടാൻ വയ്യ, കാല് മരിക്കുന്നവരെയും കാല് തറയെ തൊടാൻ വയ്യ. ഇങ്ങനെ നടക്കുന്നത്. പോലീസ് മർദ്ദനം കോടതിയെ അറിയിക്കരുതെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുന്നെന്നും അമ്മ ഡെയ്സി ആരോപിക്കുന്നു. ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, അതിക്രൂര പീഡനമാണ് ഈ തോംസൺ ഏറ്റത് എന്ന് തന്നെയാണ് അമ്മ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നത്. തീർച്ചയായിട്ടും രുചീഷ, ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ 11-ാം തീയതിയാണ് ഭാര്യ വീട്ടിൽ നിന്നും തോംസനെ അറസ്റ്റ് ചെയ്യുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് ലോക്കപ്പിലെത്തിയ ശേഷം താനൊരു സൈനികനാണെന്ന് അറിയിച്ചു. തുടർന്ന് സൈനികനാണെന്ന് അറിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ കുണ്ടറയിലെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മാതാവ് ഡെയ്സിയുടെ പരാതി. ഈ മർദ്ദനം ഏറ്റ ശേഷം ഇദ്ദേഹം ജയിലിലേക്ക് പോവുകയും ചെയ്തു. ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ഇദ്ദേഹം നവംബർ 7-ാം തീയതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ ഈ വിവരങ്ങളൊന്നും തന്നെ മാതാവ് ഡെയ്സി അറിയുന്നില്ലായിരുന്നു. ഭാര്യ വീട്ടിൽ കൂടി തന്നെയായിരുന്നു തോംസൺ താമസിച്ചിരുന്നത്. സിക്കിം യൂണിറ്റിലെ മദ്രാസ് റെജിമെന്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സൈനികനാണ് ഈ മരണപ്പെട്ട തോംസൺ. തുടർന്ന് നവംബർ മാസം 7-ാം തീയതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ മാതാവിൻ്റെ അടുത്തേക്കാണ് തോംസൺ എത്തുന്നത്. തുടർന്ന് മാതാവിനോട് വിവരങ്ങൾ പറഞ്ഞു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നുള്ള വിവരം പറഞ്ഞു. കോടതിയിലെത്തി ഇത്തരത്തിൽ ഈ വിവരങ്ങൾ പങ്കുവെച്ചാൽ തൻ്റെ ജോലി നഷ്ടപ്പെടുത്തുമെന്ന് ചില പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ഇവർ കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ തന്നെ ഇയാളുടെ നട്ടലിന് താഴെ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അവിടെ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഏതാണ്ട് ഒരു മാസം, ഡിസംബർ 27-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ മുഴ നീക്കിയതുമായി ബന്ധപ്പെട്ടല്ല ഈ മരണം സംഭവിച്ചതെന്ന് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി അറിയിച്ചതോടുകൂടി മകൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനായി മാതാവ് തയ്യാറാവുകയായിരുന്നു. അങ്ങനെയാണ് ഈ തോംസന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. തോംസന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, ആന്തരിക അവയവങ്ങൾ അടക്കം ക്ഷതമേറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് തോംസൺ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മാതാവിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് അല്പസമയം മുമ്പ് സൗണ്ട് ബൈറ്റിൽ ഡെയ്സി പറയുന്നത്. അതായത്
മിലിറ്ററിയുടെ ബെൽറ്റ് കെട്ടാൻ പോലും കഴിയാത്ത വിധം അയാളുടെ നടുവിൽ പോലീസ് ചവിട്ടി. കൂടാതെ അയാളുടെ നടക്കാൻ കഴിയാത്ത വിധം തോക്കിൻ്റെ എയർ പിസ്റ്റലിൻ്റെ ഭാഗം കൊണ്ട് കാലിൻ്റെ കാൽപ്പത്തിയിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അതുപോലെ കൈക്ക് പരിക്കേൽപ്പിച്ചു. നെഞ്ചിന് താഴ്വശം ബൂട്ടിട്ട് ചവിട്ടിയ പാടുകളുണ്ട് തുടങ്ങിയ ചിത്രങ്ങൾ സഹിതം ന്യൂസ് മലയാളത്തോട് അവർ കാട്ടിയ ശേഷമാണ് ഇത്തരം കസ്റ്റഡിയിലെടുത്ത ആ ഘട്ടത്തിൽ ആണ് ഈ മർദ്ദനം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അതിന് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? രുചീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാര്യ വീട്ടുകാരുമായി സ്ത്രീധന പീഡന പരാതിയിലാണ് ഇത്തരത്തിൽ ഇവരൊരു പ്രേമവിവാഹമായിരുന്നു തോംസൺ നയിച്ചിരുന്നത്. ഇതിനുശേഷം വിവാഹം ചെയ്ത ശേഷം ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്നു. പക്ഷേ അമ്മയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാര്യ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന വിവരം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. തുടർന്നാണ് ഈ ഭാര്യ വീട്ടുകാരുമായി അദ്ദേഹം ആഗസ്റ്റ് മാസമാണ് അവധിക്കായി നാട്ടിലേക്ക് എത്തിയത്. തുടർന്ന് ഈ വീട്ടിൽ വെച്ച് തന്നെ ആദ്യം ഒരു തവണ ഇവരെ ബന്ധുക്കൾ മർദ്ദിച്ചു. ഒരു നീല ടീഷർട്ട് ഇട്ട മർദ്ദനമേറ്റി നിൽക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും അമ്മ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഭാര്യയെ മർദ്ദിച്ചു, സ്ത്രീധനം ചോദിച്ച് മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒക്ടോബർ 27 26 രാത്രി പോലീസിന് പരാതി ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ആ വീട്ടിലെത്തി ബലമായി ഈ സൈനികനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിനുശേഷം ലോക്കപ്പിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മാതാവിൻ്റെ ഗുരുതരമായ പരാതിയുള്ളത്. ആ മർദ്ദനമേറ്റ വിവരങ്ങളൊന്നും തന്നെ ഇയാൾ പറയുകയോ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് റിമാൻഡിൽ കഴിയുമ്പോഴാണ് ഡെയ്സി അറിയുന്നത് തൻ്റെ മകൻ റിമാൻഡിലാണ് എന്നുള്ള വിവരം. പിന്നീട് നവംബർ 7 റിമാൻഡ് കഴിഞ്ഞ ശേഷം ഓട്ടോറിക്ഷയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കുണ്ട്രയിലെ വീട്ടിൽ കൊണ്ടുവന്ന ഈ സൈനികനെ വിടുകയും ചെയ്തത്. പക്ഷേ അവിടെ നിന്നും റിമാൻഡ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇയാൾക്ക് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അമ്മയോട് വിവരങ്ങളെല്ലാം ഇയാൾ പങ്കുവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മകന് വിദഗ്ധ ചികിത്സ നൽകാൻ അമ്മ തീരുമാനിച്ചത്. അങ്ങനെ മേവറത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നട്ടലിന് താഴെയുള്ള മുഴ നീക്കം ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ മുഴ നീക്കം ചെയ്ത് അയാൾ സുഖം പ്രാപിച്ചു വരുമ്പോൾ തന്നെ ശരീരത്തിലും ആന്തരിക അവയവങ്ങൾക്കും നേരത്തെ പോലീസ് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിന് ആധികാരികമായി ഈ അമ്മ പറയുന്ന കാര്യം. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് സൈനിക കമാൻഡറെ അറിയിക്കണമെന്നുള്ള പ്രാഥമിക കാര്യം പോലും പോലീസ് നടത്തിയില്ല. അത് 6 ദിവസം, അതായത് ഈ തോംസനെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡിൽ പോയ ശേഷം 6 ദിവസത്തിന് ശേഷമാണ് സിക്കിമിലെ മദ്രാസ് റെജിമെന്റ് യൂണിറ്റിനെ ഈ വിവരം അറിയിക്കുന്നത്. ഏതായാലും സൈന്യത്തിനും ഇതുമായി ബന്ധപ്പെട്ട ഈ അമ്മ പരാതി നൽകുന്നു. ഈ അമ്മയ്ക്ക് ഏക മകനായിരുന്നു തോംസൺ ഒരു പ്രേമവിവാഹമാണ് നടത്തിയത്. അതോടൊപ്പം ഈ അമ്മയെ ഇപ്പോഴും പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നു എന്നാണോ അവരുടെ പരാതി? ഇതുമായി ബന്ധപ്പെട്ട് കുണ്ട്ര പോലീസ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ടൊരു പരാതി കുണ്ട്ര പോലീസിൽ നൽകിയിരുന്നു. പക്ഷേ പോലീസ് ആ വിഷയത്തിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ തോംസന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊരു FIR രേഖപ്പെടുത്താൻ, അതായത് പോലീസുകാർക്കെതിരെയുള്ള പരാതി, അതും കുണ്ട്ര പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്കെതിരെയുള്ള പരാതിയിൽ കുണ്ട്ര പോലീസ് തന്നെ വന്ന് മൊഴിയെടുത്ത ശേഷം അതിൽ ഒരു FIR ഇടാൻ പോലീസ് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ പരാതി പോലീസ് മുക്കുകയായിരുന്നു. ഈ പരാതി ഒരു അന്വേഷണം പോലീസ് നടത്തിയില്ല. പോലീസ് ഈ പരാതി മാറ്റിവെച്ച ശേഷം മകന്റെ മരണം അസ്വാഭാവിക മരണത്തിന് അപ്പുറത്തേക്ക് ഈ ഒരു മരണത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ കുണ്ട്ര പോലീസ് തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ അമ്മ ഉയർത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഉൾപ്പെടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അമ്മ സൗണ്ട് ബൈറ്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും മകന് നീതി ലഭിക്കും വരെ ആ പോരാട്ടം നടത്തും. നമുക്കറിയാം, ആ വീട്ടിൽ ആ മകനിട്ടിരുന്ന യൂണിഫോം ഉൾപ്പെടെ കയ്യിലെടുത്തു വെച്ചുകൊണ്ടാണ് അമ്മ കരയുന്നത്. തൻ്റെ മകനെ ഒരു സൈനികനാക്കണമെന്നായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. 8 വർഷം സൈന്യത്തിൽ ജോലി ചെയ്ത ഒരു സൈനികൻ എന്തിനാണ് ഒരു സ്ത്രീധനം ചോദിച്ച് ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നത് എന്നാണ് അമ്മ ചോദിക്കുന്നത്. അതൊരു വ്യാജ പരാതിയാണ് ഭാര്യ നൽകിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. അതുപോലെ കുണ്ട്ര പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ ഇതിലെ യഥാർത്ഥ പ്രതികൾ പോലീസാണെങ്കിൽ പോലീസ് ഇതിന് നിയമത്തിന് മുന്നിൽ വരില്ല. മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ അമ്മ രംഗത്തുണ്ട്. ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. സർവീസിലിരിക്കെ ഭർത്താവ്. ശരി ഷമീർ, കൊല്ലം കുണ്ട്രയിലെ സൈനികൻ തോംസണിന്റെ മരണം ലോക്കപ്പ് മർദ്ദനമെന്ന ആരോപണമാണ് അമ്മ ഉയർത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ഇതിനുശേഷം
പോലീസ് മർദ്ദനം കോടതിയെ അറിയിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു എന്നും തോംസന്റെ അമ്മ ഡെയ്സി ആരോപിക്കുന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു ഷമീർ അബ്ദുൾ.